ഹരി ഓം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല, അല്ലേ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും, ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാകും. പക്ഷേ പലപ്പോഴും ഫലം കാണാറില്ല. തുടങ്ങിയ കാര്യങ്ങൾ പാതി വഴിയിൽ മുടങ്ങുക, അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുക, സാമ്പത്തികമായ തടസ്സങ്ങൾ, അങ്ങനെ പലവിധ വിഷമങ്ങളിലൂടെയാകും നമ്മളിൽ പലരും കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ ഈ കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും എല്ലാം ഒരു പരിഹാരമുണ്ട്. നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം നൽകാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാക്കാൻ ഭഗവാൻ മഹാവിഷ്ണു തന്നെ കനിഞ്ഞു നൽകിയ ഒരു പുണ്യദിനം അടുത്തു വരുന്നുണ്ട്. അതാണ് സഫല ഏകാദശി. 2025 ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ചയാണ് അതീവ പ്രാധാന്യമുള്ള ഈ സഫല ഏകാദശി വരുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭക്തരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന, വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഏകാദശിയാണിത്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയാൽ എന്തു പുണ്യമാണോ ലഭിക്കുന്നത്, അതിലുമേറെ പുണ്യം ഭക്തിപൂർവം ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഈ പുണ്യദിനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇതിന് പിന്നിലെ അത്ഭുതകരമായ ഐതിഹ്യത്തെക്കുറിച്ചും വ്രതം അനുഷ്ഠിക്കേണ്ട കൃത്യമായ രീതിയെക്കുറിച്ചും സമയത്തെക്കുറിച്ചും നമുക്ക് വിശദമായി സംസാരിക്കാം. ആദ്യമായി ഈ ഏകാദശിയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു പുരാണ കഥ നമുക്ക് കേൾക്കാം. ഈ കഥ കേൾക്കുന്നത് പോലും പുണ്യമാണ്. പണ്ട് ചെമ്പാവതി എന്ന പേരുള്ള മനോഹരമായ ഒരു രാജ്യമുണ്ടായിരുന്നു. മഹിഷ്മാൻ എന്ന ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 4 ആൺമക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ്റെ പേര് ലുംബകൻ എന്നായിരുന്നു. എന്നാൽ മഹാരാജാവിനെ പോലെ ധർമ്മിഷ്ഠനായിരുന്നില്ല ലുംബകൻ. മഹാപാപിയായിരുന്നു അവൻ. വിഷ്ണു ഭക്തരെ നിന്ദിക്കുക, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, ബ്രാഹ്മണരെ ഉപദ്രവിക്കുക, അധാർമികമായ ജീവിതം നയിക്കുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ രീതി. മകൻ്റെ ഈ പ്രവൃത്തികൾ കണ്ട് മനം നൊന്ത രാജാവ് അവനെ പലതവണ ഉപദേശിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ സഹികെട്ട് രാജാവ് ലുംബകനെ കൊട്ടാരത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും നാട് കടത്തി. കാട്ടിലേക്ക് പോയ ലുംബകൻ അവിടെയും തൻ്റെ സ്വഭാവം മാറ്റിയില്ല. പകൽ മുഴുവൻ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നുകയും രാത്രിയിൽ തിരികെ വന്ന് നഗരത്തിൽ മോഷണം നടത്തുകയും ചെയ്തു അവൻ ജീവിച്ചു. അവൻ കാട്ടിൽ താമസിച്ചിരുന്നത് ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആൽമരം സാക്ഷാൽ ഭഗവാന്റെ വാസസ്ഥലമാണെന്ന കാര്യം ആ പാപി അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെയിരിക്കെ പൗഷമാസത്തിലെ, അതായത് മലയാള മാസപ്രകാരം ധനുമാസത്തിലെ കൃഷ്ണപക്ഷ സമയം വന്നെത്തി. ദശമി ദിവസം, അതായത് ഏകാദശിയുടെ തലേ ദിവസം കൊടും തണുപ്പായിരുന്നു. വസ്ത്രങ്ങളൊന്നുമില്ലാതെ തണുത്ത് വിറച്ച് ലുംബകൻ അന്ന് രാത്രി ഒന്ന് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. ബോധം മറയുന്നത് പോലെ അവന് തോന്നി. പിറ്റേന്ന് നേരം വെളുത്തു. അന്നായിരുന്നു സഫല ഏകാദശി. അപ്പോഴേക്കും തണുപ്പ് കാരണം ലുംബകൻ്റെ ശരീരം തളർന്നു പോയിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പതിവ് പോലെ മൃഗങ്ങളെ വേട്ടയാടാൻ പോകാൻ പോലും അവന് സാധിച്ചില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവൻ വലഞ്ഞു. ഉച്ച കഴിഞ്ഞ് എപ്പോഴോ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവൻ കാടിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. മരത്തിൽ നിന്നും വീണ് കിടക്കുന്ന കുറച്ച് പഴങ്ങൾ അവൻ പെറുക്കിയെടുത്തു. തിരികെ ആൽമര ചുവട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യയായിരുന്നു. അപ്പോഴേക്കും അവൻ ആ പഴങ്ങൾ കഴിക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണം ബാധിച്ചിരുന്നു. നിരാശനായ അവൻ ആ പഴങ്ങൾ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി കണ്ണീരോടെ അവൻ പറഞ്ഞു, ഹേ ഭഗവാനെ, ഈ പഴങ്ങൾ അങ്ങ് സ്വീകരിച്ചാലുമെന്ന്. അറിയാതെ ആണെങ്കിലും ഭക്തിയില്ലാതെ ആണെങ്കിലും സഫല ഏകാദശി ദിവസം അവൻ ഭഗവാന് പഴങ്ങൾ നിവേദിക്കുകയാണ് അവിടെ ചെയ്തത്. അന്ന് രാത്രിയും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിശപ്പും തണുപ്പും കാരണം അവൻ ആൽമര ചുവട്ടിലിരുന്ന് നേരം വെളുപ്പിച്ചു. നോക്കൂ, അറിയാതെ ആണെങ്കിലും ലുംബകൻ അവിടെ വലിയൊരു വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. ഏകാദശി ദിവസം ഭക്ഷണം കഴിച്ചില്ല, അതായത് ഉപവാസമെടുത്തു. ഭഗവാന് പഴങ്ങൾ സമർപ്പിച്ചു, ഭഗവാൻ നിവേദ്യം സമർപ്പിച്ചു. രാത്രിയിൽ ഉറങ്ങിയില്ല, അതായത് ജാഗരണം. പിറ്റേ ദിവസം ദ്വാദശി ദിവസം സൂര്യോദയത്തോടെ വലിയൊരു അത്ഭുതം അവിടെ നടന്നു. ആകാശത്ത് നിന്നും ദിവ്യമായ ഒരു രഥം ആൽമര ചുവട്ടിലേക്ക് ഇറങ്ങി വന്നു. ആ സമയം ആകാശവാണി ഉണ്ടായി, ഹേ രാജകുമാര, സഫല ഏകാദശി വ്രതം അറിയാതെയാണെങ്കിലും അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി നിന്റെ പാപങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. നിനക്ക് നിന്റെ രാജ്യം തിരികെ ലഭിക്കും. ഭഗവാന്റെ കാരുണ്യം കണ്ട് ലുംബകൻ അത്ഭുതപ്പെട്ടു. അവൻ്റെ മനസ്സിലെ തിന്മകളെല്ലാം മാറി. അവൻ പരമഭക്തനായി മാറി. തിരികെ കൊട്ടാരത്തിലെത്തിയ അവനെ അച്ഛൻ സ്വീകരിച്ചു. പിന്നീട് അവൻ മാതൃകാപരമായ ഭരണം കാഴ്ചവെക്കുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് സഫല ഏകാദശിയുടെ ശക്തി.
അറിയാതെ വ്രതമെടുത്താൽ പോലും ഇതാണ് ഫലമെങ്കിൽ ഭക്തിയോടെ വ്രതമെടുക്കുന്നവർക്ക് ഭഗവാൻ എന്തൊക്കെ നൽകില്ല. ഇനി നമുക്ക് 2025 ഡിസംബർ 15 വരുന്ന സഫല ഏകാദശി വ്രതം എങ്ങനെയാണ് ചിട്ടയായി അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. വ്രതം തുടങ്ങേണ്ടത് തലേ ദിവസം, അതായത് ഡിസംബർ 14 ഞായറാഴ്ച ദശമി ദിവസം മുതലാണ്. ഞായറാഴ്ച രാത്രി അരിയാഹാരം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതത്തിന് തുടക്കം കുറിക്കാം. ഡിസംബർ 15 തിങ്കളാഴ്ചയാണ് ഏകാദശി. അന്ന് വെളുപ്പിനെ സൂര്യോദയത്തിന് മുൻപായി എഴുന്നേൽക്കുക. കുളിച്ച് ശുദ്ധിയായി വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ഉത്തമമാണ്. വീട്ടിലെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ച് വിഷ്ണു സഹസ്രനാമമോ ഓം നമോ നാരായണായ എന്ന അഷ്ടോത്തര മന്ത്രമോ ജപിക്കുക. ഈ ഏകാദശിയിൽ ഏറ്റവും പ്രധാനം ഭഗവാന് നൽകുന്ന നിവേദ്യമാണ്. സഫല ഏകാദശി ദിവസം ഭഗവാന് പലതരം പഴങ്ങൾ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. മാതള നാരങ്ങ, പേരയ്ക്ക, വാഴപ്പഴം തുടങ്ങിയവയിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം അത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഉപവസിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ആരോഗ്യം അനുവദിക്കാത്തവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി പഴങ്ങളോ പാലോ ഗോതമ്പ് കൊണ്ടുള്ള ലഘുഭക്ഷണമോ കഴിക്കാവുന്നതാണ്. പകൽ സമയം ഉറങ്ങാൻ പാടില്ല. പരമാവധി സമയം ഭഗവാന്റെ നാമജപത്തിനായി മാറ്റിവെക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. മനസ്സ് പൂർണ്ണമായും ശാന്തമാക്കി വെക്കുക. സഫല ഏകാദശിയിലെ മറ്റൊരു പ്രധാന കാര്യമാണ് ജാഗരണം. അതായത് ഏകാദശി ദിവസം രാത്രി ഉറങ്ങാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിരിക്കുക എന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളിലോ സ്വന്തം വീട്ടിലോ ഇരുന്ന് ഭജനകൾ പാടുകയോ പുരാണങ്ങൾ വായിക്കുകയോ ചെയ്യാം. ഇനി വ്രതം അവസാനിപ്പിക്കേണ്ട സമയം അഥവാ പാരണ സമയം എപ്പോഴാണെന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. 2025 ഡിസംബർ 15 തിങ്കളാഴ്ചയാണ് ഏകാദശി തിഥി മുഴുവനായി നിൽക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 9:19 വരെ ഏകാദശി തിഥിയുണ്ട്. എങ്കിലും വ്രതം അവസാനിപ്പിക്കേണ്ടത് പിറ്റേന്ന്, അതായത് ഡിസംബർ 16 ചൊവ്വാഴ്ച രാവിലെയാണ്. ചൊവ്വാഴ്ച രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തിയ ശേഷം തുളസി തീർത്ഥം കുടിച്ചോ ക്ഷേത്രത്തിലെ നിവേദ്യം കഴിച്ചോ വ്രതം മുറിക്കാവുന്നതാണ്. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയം വ്രതം അവസാനിപ്പിക്കാൻ ഉത്തമമാണ്. അതിനുശേഷം അരിയാഹാരം കഴിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവർ ഈ വരുന്ന ഡിസംബർ 15 സഫല ഏകാദശി വ്രതം മുടങ്ങാതെ എടുക്കുക. പ്രത്യേകിച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് വിജയത്തിന് ഈ വ്രതം വളരെയധികം സഹായിക്കും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.